ദൈവത്തിൻ്റെ മഹത്വം 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 മഹത്വം. താങ്ക് യു ലോർഡ്. യേശുവേ അങ്ങ് വാഴ്ത്തുകയാണ് 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 വാഴ്ത്തുകയാണ്. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വലിയവനായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം ഇന്ന് രാത്രി സൃഷ്ടിയിൽ വെളിപ്പെടുവാൻ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. പ്രാർത്ഥന ധ്വനി ഈ ലൈവിൽ കാണുന്ന, ഈ സൃഷ്ടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ സൃഷ്ടി അനുഗ്രഹമായി തീരുവാൻ ദൈവാത്മാവ് സഹായിക്കേണ്ടതിന്, ദൈവം സഹായിക്കേണ്ടതിന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും മഹോന്നതനും നിത്യനും നീതിമാനായ ഞങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായി നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദീർഘവർഷങ്ങൾ ഗുജറാത്തിൻ്റെ മണ്ണിൽ അങ്ങയുടെ വേല ചെയ്യുന്നായ പാസ്റ്റർ ബെൻസൺ ദാനിയൽ അവരുകൾക്കായി സ്തോത്രം. ചില വർഷങ്ങളെ പിന്നിൽ ആരംഭിച്ചായ പ്രാർത്ഥന ധ്വനി എന്ന ഈ പ്രവർത്തനത്തെ ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവേ, ഈ ലൈവിൽ കൂടി അങ്ങേ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ വചനം ധ്യാനിപ്പാൻ കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ മുഖാന്തരങ്ങളെ ഒരുക്കിയ അങ്ങയുടെ ഭൃത്യൻ പാസ്റ്റർ ബെൻസൺ ദാനിയലെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. കഴിഞ്ഞ നാളുകളിൽ കഷ്ടങ്ങളും ഭാരങ്ങളും വേദനകളും പ്രയാസത്തിൽ ദാസന് കുടുംബം കടന്നുപോയി. അവിടെ എല്ലാ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ വഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. അങ്ങനെ നാമത്തെ ഉയർത്തുവാനിടയാക്കണമേ. പ്രാർത്ഥനയായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ദൈവത്തിന് സ്തോത്രം. ഈ മീറ്റിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. തുടർന്ന് ചില മിനിറ്റുകൾ നാം പാടി ദൈവത്തെ ആരാധിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എൻ്റെ മകൻ എഫ്രൈം, അതുപോലെ ബ്രദർ ജോയൽ ഒന്നിച്ചു ചേർന്ന് ദൈവത്തെ പാടി ആരാധിക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾക്കും ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവാത്മാവ് സഹായിക്കട്ടെ. Thank you. Jesus, we praise your name, O Father. We glorify your name, O Father. We thank you, Jesus. We thank you, Almighty God. Hallelujah. Tan vargaya agulamilla nale bidilla bhaviyella tan kailennotta ayatra danyamelo jeevina tan vargaya agula
ജീവിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി എന്നും ജീവിക്കുന്നവൻ എന്റെ കരുണ വിശ്വാസത്തോടെ പാടിയാട്ടെ, ശബ്ദങ്ങൾ ഉയർത്തി. സമ്പൂർണമല്ലോ ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ ആദിയിൽ വേണ്ട അതിൽ വേണ്ട ആശ്വാസമേക തൻ കരങ്ങൾ പിൻപിലുണ്ട് തൻ വഴികൾ സമ്പൂർണമല്ലോ ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ താൻ അവസാനമായിട്ട് ഒരു പ്രാവശ്യം കൂടെ ചേർന്ന് വിശ്വാസത്തോടെ പാടിയട്ടെ. ഒരു പാട്ടും കൂടെ പാടി നമുക്ക് ദൈവത്തിനെ ആരാധിക്കാം. ഹല്ലേലൂയ. പാടി പുകഴ്ത്തിയിടാം ദേവദേവനെ എന്ന പാട്ട് പാടി നമുക്ക് ദൈവത്തിനെ ആരാധിക്കാം.
എല്ലാവർക്കും ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് ചേർന്ന് ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് പാടി സന്തോഷത്തോടെ ദൈവത്തിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവെന്ന നാമമേ
യേശുവിന്റെ നാമം ഉയർത്തിക്കൊണ്ട് പാടിയട്ടെ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു 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 അവനാരിലും മതിയായവൻ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാലെ മായിക്കുന്നവൻ, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാലെ മാനിക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ പകരുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ പകരുന്നവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. യേശുവേ യേശു യേശു. Come on, call out to the name of Jesus. For he alone is worthy of every praises. എല്ലാ സ്തുതിക്കും മഹിമയ്ക്കും യോഗ്യനായവൻ ഒരുവൻ മാത്രം. അവൻ യേശു. ഓ യേശു. അവനാരിലും മതിയായവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ഓ എന്റെ യേശു, എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എനിക്കായി കുരിശിൽ മരിച്ചു, എന്റെ യേശു എത്ര നല്ലവൻ. എത്ര നല്ല ദേവനാണ്. എനിക്കായി കുരിശിൽ മരിച്ചു, എന്റെ യേശു എത്ര നല്ലവൻ. എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. ദൈവനാമത്തിനും മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രി സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ ബെൻസൺ ദാനിയൽ ഗുജറാത്ത് അവരാരംഭിച്ചായ
പ്രാർത്ഥന ധ്വനി എന്ന് പറയുന്ന സൂമിൽ കൂടിയും യൂട്യൂബിൽ കൂടിയും ഫേസ്ബുക്കിൽ കൂടിയും നടത്തിക്കൊണ്ടിരുന്ന ഈ പ്രാർത്ഥന ടീം അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടത്തുവാൻ ദേവദാസന്റെ കുടുംബത്തെ കൈനാളുകളിൽ ദൈവം സഹായിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന അനേക ദൈവദാസന്മാർ ദൈവമക്കൾ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനും ആ പ്രാർത്ഥനയിൽ അനേകർ വിടുതൽ പ്രാപിക്കുവാനും അനേകർ ദൈവവചനം കേട്ട് ആശ്വാസം പ്രാപിപ്പാൻ കർത്താവ് കൃപ നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഏകദേശം 2 പ്രാവശ്യം ഈ പ്രാർത്ഥന ലൈവിൽ എനിക്കും സൂക്ഷിപ്പാൻ കർത്താവ് ഭാഗ്യം തന്നു. അന്ന് കുടുംബമായി ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. അത് ഓർത്തിത്തിന് സ്തുതിക്കുകയാണ്. കഴിഞ്ഞ വർഷം എൻ്റെ ജീവിതത്തിൽ ഓഗസ്റ്റ് മാസം 24-ാം തീയതി ഞാൻ ഏറ്റവും പ്രയാസവും പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയ സമയങ്ങളായിരുന്നു. എൻ്റെ ഭാര്യ ഈ ലോകത്തോട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം 24-ാം തീയതി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ആ സമയങ്ങളൊക്കെയും ഈ പ്രാർത്ഥനാ ധ്വനിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് വാസ്തവമായ സംഗതിയായിരുന്നു. എന്നാൽ ശുശ്രൂഷയിൽ തളരാതെ ക്ഷീണിക്കാതെ ദൈവം എൻ്റെ കരം പിടിച്ചിരിക്കുന്നുള്ള ഉറപ്പ് എനിക്കുള്ളത് കൊണ്ട് ഇന്നുവരെയും ദൈവകൃപയിൽ നിൽക്കുവാനുള്ള മഹാഭാഗ്യം ദൈവം തന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ്. ഈ പ്രാർത്ഥന ധ്വനിയിൽ തീം എന്ന് പറയുന്നത് കരുണയിൽ സന്തോഷിക്കുന്ന ദൈവം എന്ന സ്തോത്രം. ആ ദൈവത്തെ കുറിച്ചാണ് ഇന്ന് രാത്രി ഞാൻ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. യോസേപ്പിന്റെ ജീവിത അനുഭവങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ട് അതിൽ കൂടി കരുണ കാണിക്കാത്ത ജനത്തിന്റെ നടുവിൽ കരുണ കാണിച്ച സ്വപ്നം തന്ന ദൈവം കരുണ കാണിച്ച് ആ കരുണയുടെ ശ്രേഷ്ഠത കൊണ്ട് മഹത്വം കൊണ്ട് യോസേപ്പിന്റെ സ്ഥിതിഗതികൾ മാറിയത് എങ്ങനെയാണെന്ന് ഇന്ന് രാത്രി അല്പസമയം നിങ്ങളുമായി ദൈവവചനത്തിൽ പങ്കിടുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ഇന്ന് രാത്രി എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതയാത്രയിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, എന്തെല്ലാം പോരാട്ടങ്ങൾ വന്നാലും, ആരെല്ലാം കൈവിട്ടാലും, അവൻ ആരെല്ലാം അകന്നുപോയാലും, പ്രൈസ് ദി ലോർഡ്, ഒരുവൻ മാത്രം ഇന്ന് രാത്രി ഞാൻ വളരെ നന്ദിയോടെ ഞാൻ ഉയർത്തട്ടെ. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ലോകരക്ഷിതാവായ യേശു സ്വർഗത്തിൽ കടന്നു പോകുന്ന മുമ്പ് ഇങ്ങനെ പറഞ്ഞു, ഇതാ കണ്ടാൽ ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ കർത്താവ് എന്നോട് കൂടെയുണ്ടെന്ന് ഉറപ്പുള്ളവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം മുതൽ ചിന്തിപ്പാനാണ് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. സ്തോത്രം. യോസേപ്പിന്റെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി
ദൈവം അവന്റെ കൂട് അളക്കുന്ന ഒരു ചരിത്ര ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം മുതൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്തോത്രം. ഒരു ദിവസം അപ്പനായ യാക്കോബ് യോസേപ്പിനോട് പറയുകയാണ്, യോസേപ്പേ, വനാന്തരത്തിൽ ആടുകളെ മേവിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ സഹോദരന്മാരുടെ അരികിലേക്ക് നീ പോകണം. അവർക്ക് ഭക്ഷിപ്പാൻ വേണ്ടിയുള്ള ആഹാരവും ഡ്രൈ ഫ്രൂട്ട്സുകളും കൊണ്ടുപോകണം. അവർ സൗഖ്യമായിരിക്കുന്നു എന്നുള്ളത് അറിഞ്ഞിട്ട് തിരിച്ചു വരുവാൻ വേണ്ടി യോസേപ്പിനെ അപ്പൻ അയക്കുന്ന ഒരു ഭാഗമാണ് 37-ന്റെ 12-13 വാക്യം. അപ്പൻ അയക്കുന്ന ഈ യാത്ര മകൻ മൂത്ത മക്കൾ എവിടെയാണെന്ന് അന്വേഷിച്ച് അവർക്കുള്ള ആഹാരം കൊടുത്തിട്ട് അപ്പന്റെ സ്നേഹം ഈ കൊച്ചുമകൻ മൂത്ത മക്കളോട് ഷെയർ ചെയ്തിട്ട് അവരുടെ സ്നേഹം മടങ്ങി വന്നിട്ട് എന്നോട് അവൻ പങ്കുവെക്കും, ഷെയർ ചെയ്യുമെന്നുള്ള ഒരു വലിയ പ്രത്യാശയോടെ വിശ്വാസത്തോടെ അവനെ പറഞ്ഞയക്കുകയാണ്. ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഇതിനു മുൻപ് പലപ്പോഴും സഹോദരന്മാരുടെ അരികിൽ ഇതുപോലെ വിട്ടു കാണും. സ്തോത്രം. എന്നാൽ അന്നല്ല, യോസേപ്പ് സന്തോഷത്തോടെ മടങ്ങി വന്ന സമയങ്ങളുണ്ട്. എന്നാൽ ഈ യാത്ര മടങ്ങി വരാനുള്ള യാത്രയല്ല എന്ന് യോസേപ്പിനും അറിയത്തില്ല, അപ്പനായി യാക്കോബിനും അറിയത്തില്ല. സ്തോത്രം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇത് സംസാരിക്കുമ്പോൾ എന്റെ വ്യാപരിക്കുന്ന ആത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം സംഭവിക്കുന്ന മുൻപേ അവര് അപ്പവും വീഞ്ഞും ഭക്ഷിച്ച് പാനം ചെയ്ത ശേഷം സ്തോത്രം പാടി അല്ലെങ്കിൽ സങ്കീർത്തനം പാടി അവർ ഒരു മലയിലേക്ക് അവർ പോയി. എന്നാൽ പലപ്പോഴും അവർ ഒരു മലയിലേക്ക് പോയിട്ടുണ്ട്. യേശു തന്നെ പോയിട്ടുണ്ട്, ശിഷ്യന്മാരോടൊപ്പം പോയിട്ടുണ്ട്, പ്രാർത്ഥിക്കാനായി പോയിട്ടുണ്ട്, വിശ്രമിക്കാൻ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പോകുന്ന ഈ സ്തോത്രം പാടിട്ട് അവൻ പോകുന്ന ഈ യാത്രയുണ്ടല്ലോ, മടങ്ങി വരാനുള്ള യാത്രയല്ല. സ്വർഗത്തിൽ പിതാവിന്റെ ഇഷ്ടം എന്തായിരുന്നോ, ലോകത്തിന്റെ പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിക്കണമെന്ന് സ്വർഗത്തിൽ ഉണ്ടായ ആ നിർണയം, ആ പ്ലാൻ പ്രവർത്തിയിലാക്കുവാൻ ദാവീദ് പ്രവാചകന്മാർ തന്റെ സൃഷ്ടിയിൽ പറഞ്ഞ കാര്യങ്ങൾ നിവർത്തിക്കുവാൻ, തന്റെ മരണം അത് നിവർത്തിക്കപ്പെടുവാൻ, ആ മരണത്തിലേക്ക് പോകുവാൻ യേശു അന്ന് രാത്രി പ്രൈസ് ദി ലോർഡ് ഒരു മലയിലെ ഗെത്സമന തോട്ടത്തിലേക്ക് പോകുകയാണ്. ശിഷ്യന്മാർ വിചാരിച്ചു എന്ന് പോയതുപോലെ പോയിട്ട് നാളെ തിരിച്ചു വരാമെന്ന്. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാരെ, നിങ്ങൾ തിരിച്ചറിയാത്ത ഒരു സംഗതി ആമേൻ ഒരു മല ഗെത്സമന തോട്ടത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ഇതുപോലെ ഈ യോസേപ്പിനെ അപ്പൻ നയിക്കുമ്പോൾ ആമേൻ ആർക്കും അറിയത്തില്ല തുടർന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. സ്തോത്രം. എന്നാൽ യോസേപ്പ് യാത്ര ആരംഭിച്ചു. യശപ്രവചനം
55 അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവയായ ദൈവം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ വഴികളല്ല എന്റെ വഴി, നിങ്ങളുടെ ആലോചനയല്ല എന്റെ ആലോചന. പ്രൈസ് ദി ലോർഡ്. ഭൂമിക്ക് മീതെ ആമേൻ ആകാശം ഉയർന്നിരിക്കുന്നത് പോലെ ആമേ ദൈവത്തിന്റെ വഴിയും ആമേ ദൈവത്തിന്റെ ആലോചനയും അത്ര ആമേൻ അവന് ഉന്നതമായതാണെന്ന് പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. യാക്കോബേ, മകൻ പോകുന്ന ഈ വഴി പ്രൈസ് ദി ലോർഡ് നിന്റെ വഴിയല്ല, അത് ദൈവത്തിന്റെ വഴിയാണ്. അത് യോസേപ്പിന്റെ വഴിയല്ല, അത് ദൈവത്തിന്റെ വഴിയാണ്. ഇപ്പോൾ അവനെ അയക്കുന്നത് നിന്റെ ആലോചനയല്ല, അത് ദൈവത്തിന്റെ ആലോചനയാണ്. ദൈവത്തിന്റെ പദ്ധതി നിവർത്തിക്കപ്പെടുവാനായി. സ്തോത്രം. അതിന്റെ 17 വാക്യത്തിൽ യോസേപ്പ് സഹോദരന്മാരെ അന്വേഷിച്ച് കണ്ടെത്തി. പ്രൈസ് ദി ലോർഡ്. നോക്കുക, സഹോദരന്മാരെ അന്വേഷിച്ചു പോകുന്നായ ആമേൻ ഒരു സഹോദരൻ. സ്തോത്രം. എവിടേക്കോ താൻ അന്വേഷിച്ചു, എന്നാൽ യോസേപ്പ് കാണാത്തത് കൊണ്ട് അവൻ മടങ്ങിപ്പോയില്ല. പ്രത്യുത സഹോദരന്മാരെ കണ്ടെത്തുന്ന സമയം വരെയും അവൻ അന്വേഷിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം. ദോത്താനിൽ വെച്ച് ആമേൻ അവനെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ എനിക്ക് ചിന്തിപ്പാനുള്ളത്, യോസേപ്പിന് സഹോദരന്മാരോടുള്ള സ്നേഹം. സ്തോത്രം. സഹോദരന്മാരുടെ മേലുള്ള സ്നേഹം പലപ്പോഴും യോസേപ്പിനെ അവർ പകച്ചപ്പോഴും അസൂയപ്പെട്ടപ്പോഴും അവനെ ദ്വേഷിച്ചപ്പോഴും യോസേപ്പ് അതൊന്നും കാര്യമാക്കില്ല. എന്നാൽ സഹോദരന്മാരുടെ മേലുള്ള ഒരു അഗാധമായ ഒരു ആഴമായ ഒരു സ്നേഹ നിമിത്തം അവൻ എന്ത് ചെയ്തു? അവരെ കാണുന്നവരെയും അവൻ അന്വേഷിച്ചു പോയി. സ്തോത്രം. 19-20 വാക്യങ്ങൾ ധ്യാനിക്കുമ്പോൾ ദൂരത്തിൽ നിന്നും സഹോദരന്മാർ അവനെ കണ്ടു. യോസേപ്പ് വരുന്നത് ദൂരത്തിൽ നിന്നും അവർ കണ്ടു. യോസേപ്പ് സഹോദരന്മാരെ കാണുന്ന മുൻപേ സഹോദരന്മാർ യോസേപ്പിനെ കാണുകയാണ്. ഈ കാഴ്ചയിൽ അവിടെ പ്ലാൻ മാറുകയാണ്, അവിടെ പദ്ധതികൾ മാറുകയാണ്, അവിടെ ചിന്തകൾ മാറുകയാണ്, അവിടെ നിരൂപങ്ങൾ മാറുകയാണ്, അവിടെ മനസ്ഥിതികൾ മാറുകയാണ്. യോസേപ്പിനെ കണ്ടപ്പോൾ എന്താണ് അവർ കണ്ടപ്പോൾ അവിടെ മനസ്സിലുണ്ടായ പ്ലാൻ, അവിടെ സംസാരം എന്തായിരുന്നു? യോസേപ്പിനെ സ്വപ്നക്കാരൻ വരുന്നു, അവനെ കൊന്നു കളയാം. ഈ കൊന്നു കളയാമെന്ന് പ്ലാൻ ചെയ്യാനുള്ള കാരണമെന്ന് യോസേപ്പ് പറഞ്ഞ സ്വപ്നമാണ്. ആ സ്വപ്ന നിമിത്തം ചേട്ടന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതുപോലെയാ ചില സ്ഥലങ്ങളിൽ ഇളയവര് ഇച്ചിരി ദൈവകൃപയിൽ വരുന്നതോ അവർ അനുഗ്രഹിക്കപ്പെടുന്നതോ അവർ നല്ലൊരു ഉന്നത സ്ഥാനത്തിൽ വരുന്നതോ പലർക്കും താല്പര്യമില്ല, പലർക്കും ആ കാര്യത്തിൽ സന്തോഷമല്ല. എങ്ങനെയെങ്കിലും ചവിട്ടി താഴ്ത്തണമെന്ന് ചിന്തിക്കുന്ന ലോകത്തിന്റെ നടുവിലാണ് ഞാനും നിങ്ങളും എന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ മേലുള്ള അഭിഷേകം, നിന്റെ മേലുള്ള ദൈവകൃപ, നിന്റെ മേൽ നിനക്ക് തന്ന സ്വപ്നം, നിനക്ക് തന്ന ദൈവം വിഷൻ, അതിനെ തകർക്കാൻ, അതിനെ പൊളിച്ചു കളയുവാൻ, അതിനെ നശിപ്പിച്ചു കളയുവാൻ ലോകത്തില് ഒറ്റ ശക്തിക്കോ സാധ്യമില്ല എന്ന് ഇന്നു രാത്രി തറപ്പിച്ചും ഉറപ്പിച്ചു ഞാൻ പറയട്ടെ. ദൈവം നിനക്ക് കൃപ തന്നിട്ടുണ്ടോ?
ദൈവം നിന്റെ മേലെ ഒരു അഭിഷേകം പകർന്നിട്ടുണ്ടോ? ആ അഭിഷേകത്തെ തകർക്കുവാൻ, ആ സ്വപ്നത്തെ തരിപ്പണമാക്കുവാൻ ലോകത്തിന്റെ ഒറ്റ ശക്തിക്കോ സാധ്യമല്ല എന്ന് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ തിരിച്ചറിയുക. സ്തോത്രം, ഹല്ലേലൂയ. അവർ ഇങ്ങനെ പറയുകയാണ്, അവനെ കൊന്നുകളയുക. അവിടെ സ്വപ്നം എന്താകുമെന്ന് നമുക്ക് നോക്കാം. സ്വപ്നം എന്താകുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ന് രാത്രി നോക്കാനൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ ശത്രു കാണുക, അവൻ നിനക്ക് വേണ്ടി വിരുന്നൊരുക്കി നിന്റെ തലയെ അഭിഷേകം ചെയ്ത് നിന്റെ പാനപാത്രം കവിഞ്ഞൊഴുകത്തക്ക നിലയിൽ മാനിക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി അവിടെ അദൃശ്യകരമായ കരം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്വപ്നം തന്നവൻ ആമേൻ ജീവിക്കുന്ന ദൈവമെങ്കിൽ ആമേൻ ഇന്ന് രാത്രി ഒരു കാര്യം തിരിച്ചറിയണം. ആമേൻ, നിന്റെ സ്വപ്നവും ജീവിക്കുകയാണ്. ആ സ്വപ്നത്തിന്റെ നിവർത്തീകരണം സംഭവിക്കാതെ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിന്റെ മേൽ ശത്രു കൈവെക്കുവാൻ, നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ, നിന്നെ തകർക്കുവാൻ, നിന്നെ മുടിക്കുവാൻ ദൈവത്തമ്പുരാൻ അനുവദിക്കത്തില്ല. പ്രതിനിമത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഭക്തനായ നീതിമാനായ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരൻ എപ്പോൾ വരുമെന്ന് കാത്തിരുന്നായ ശിമിയോനോട് ഒരു ദിവസം ഹോളി സ്പിരിറ്റ് പറഞ്ഞു, ക്രിസ്തുവിനെ കാണാതെ നീ മരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശിമിയോന്റെ ജീവിതത്തിൽ ഒരു പക്ഷേ മരണകരമായ അനേക സംഭവങ്ങൾ, വിഷയങ്ങൾ ചിലപ്പോൾ വന്നു കാണും. എന്നാൽ അപ്പോഴൊക്കെയും ശിമിയോന്റെ ഉള്ളിൽ വിശ്വാസത്തോടെ ഇങ്ങനെ പറഞ്ഞു കാണും, ഹോളി സ്പിരിറ്റ് ദൈവാത്മാവിനോട് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകനല്ല പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കാണാതെ, ലോകരക്ഷിതാവിനെ കാണാതെ നീ മരിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. നിന്റെ തലയിലെ ആമേൻ മുടി പോലും പൊഴിഞ്ഞു പോകുന്നത് ആമൻ നിന്റെ സൃഷ്ടികർത്താവിന് അറിയാമെങ്കിൽ ആമേൻ ഇന്ന് രാത്രി ഒരു കാര്യം നീ തിരിച്ചറിയണം. ആമേൻ, സകലവും നിന്റെ ആദിയും അന്ത്യവും അറിയുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ജീവിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ശിമിയോൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരു ദിവസം ഒരു വലിയ നിയോഗത്തോടെ ദേവാലയത്തിൽ ചെന്നപ്പോൾ ഹല്ലേലൂയ ഒരു അപ്പനും അമ്മയും ഒരു പിഞ്ചു കുഞ്ഞുമായി കടന്നു വരികയാണ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ കാര്യം, മരണത്തിന് മുൻപേ നീ കാണുമെന്ന് പറഞ്ഞ കാര്യം ശിമിയോൻ കാണുകയാണ്, കയ്യിലെടുക്കുകയാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം തന്ന വാഗ്ദത്തങ്ങൾ, ദൈവം തന്ന സ്വപ്നങ്ങൾ ആമേൻ നിവർത്തിക്കപ്പെടത്തില്ല. പിശാച് ആമേൻ വാദിച്ചു പോരാടുമ്പോൾ ഇന്ന് രാത്രി ഈ ദൈവ വചനങ്ങൾ പ്രൈസ് ദി ലോർഡ് നിനക്ക് ഉറപ്പ് നൽകുകയാണ്. അവൻ പറഞ്ഞത് അത് സംഭവിക്കും. അവന്റെ വാഗ്ദത്തങ്ങൾ അത് നിവർത്തിപ്പാൻ അവൻ ശക്തനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. യോസേപ്പ് അടുത്ത് വന്നപ്പോൾ സ്തോത്രം റൂബേൻ പറയുകയാണ്, അവനെ കൊല്ലരുത്. സഹോദരന്മാരെല്ലാവരും പ്ലാൻ ചെയ്തപ്പോൾ റൂബേന്റെ മനസ്സിൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. റൂബേൻ പറയുകയാണ്, അവനെ കൊല്ലരുത്, അവന്റെ പ്രാണന് ഒരു ദോഷം ചെയ്യരുത്. അവനെ വീണ്ടും അപ്പന്റെ അരികിലേക്ക് അയക്കുവാനായിരുന്നു റൂബേന്റെ പ്ലാന്. സ്തോത്രം. കൊല്ലാതെ വണ്ണം, അവനെ ഉപദ്രവിക്കാതെ വണ്ണം തടയാൻ ദൈവം റൂബേന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. സ്തോത്രം. യോസേപ്പ് അടുത്തു വന്നു. യോസേപ്പ് അടുത്തു വന്നപ്പോൾ യോസേപ്പിന്റെ നിലവങ്കി ഊരിയെടുത്തിട്ട് ദോതാനിലുള്ള ഒരു പൊട്ട കിണറിനകത്ത് ഈ യോസേപ്പിന് കരുണയില്ലാത്ത സഹോദരന്മാർ
മനസ്സ് കഠിനപ്പെട്ടിട്ട് അവനെ ആ പൊട്ട കിണറിലിടുകയാണ്. സ്തോത്രം. അനന്തരം ഈ സഹോദരന്മാർ യോസേപ്പ് കൊണ്ടുവന്നായ അപ്പൻ കൊടുത്തുവിട്ട ആഹാര പദാർത്ഥങ്ങൾ ഡ്രൈഫ്രൂട്ടും എല്ലാം അവർ പൊതി അയച്ച് വട്ടം കൂടി അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദോത്താനിൽ പൊട്ട കിണറിന്റെ അകത്ത് കിലോമീറ്ററുകൾ ആഹാരം ചുമന്നുകൊണ്ട് വനാന്തരത്തിലും മരുഭൂമിയിലും നടന്നു വന്ന ഈ സഹോദരൻ യോസേപ്പ്, സഹോദരന്മാരുടെ ഒപ്പം ഇരിക്കേണ്ടവൻ, ഇപ്പോൾ പൊട്ട കിണറിൽ ഇരിക്കുകയാണ്. അയ്യം വിളിക്കുകയാണ്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും? അടുത്ത ദിവസം എന്താകും? എന്റെ പ്രാണൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിൽ അവനായിരിക്കുകയാണ്. നോക്കുക, ഒരു ദയവും ഒരു കനികരവും ഒരു കരുണയും ഒരു നല്ല മനസാക്ഷിയില്ലാത്ത സഹോദരന്മാർ അവൻ കൊണ്ടുവന്നത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇങ്ങനെ ഇരിക്കുമ്പോൾ കച്ചവടക്കാർ കടന്നു വരുന്നവർ കണ്ടു. ഇസ്മായേൽ അവർ കച്ചവടക്കാർ മിസ്രൈമിലേക്ക് പോകുന്നത്, ആ വഴിയായി പോകുന്നത് അവർ കണ്ടിട്ട് യഹൂദൻ പറയുകയാണ്, അവനെ കൊല്ലേണ്ട, അവനെ നമുക്ക് അവർക്ക് വിറ്റുകളയാം. വീണ്ടും യോസേപ്പ് അറിയാത്ത രീതിയിൽ ഒരു ദൈവപ്രവർത്തി. ആദ്യം കൊല്ലാതിരിക്കുവാൻ റൂബേനെ ദൈവം ഉണർത്തി. റൂബേനിൽ കൂടി ദൈവം പ്രവർത്തിച്ചു. വീണ്ടും യഹൂദന്റെ ഉള്ളത്തിൽ ദൈവം പ്രവർത്തിച്ചു. ഇവനെ കൊല്ലേണ്ട, ഇവനെ വിറ്റുകളയാം. 20 വെള്ളിക്കാശിന് അവരെ വിറ്റുകളയാണ്. സഹോദരന്മാരെ, കരുണയില്ലാത്ത സഹോദരന്മാരെ, നിങ്ങളുടെ സഹോദരന്റെ വില ആമേൻ 20 വെള്ളിക്കാശാണോ? സ്വപ്നക്കാരന്റെ വില 20 വെള്ളിക്കാശാണോ? ഭാവിയിൽ ഇവൻ ആരാകാൻ പോകുന്നു എന്നുള്ള കാര്യം പോലും തിരിച്ചറിയാത്ത സഹോദരന്മാർ ഇവിടെ സ്വപ്നവും എല്ലാം തകർക്കുവാൻ അവർ പ്ലാനുകൾ ഒരുക്കുകയാണ്. ഇന്നു രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നിന്റെ സ്വപ്നത്തെയും നിന്റെ വിഷനെയും നശിപ്പിച്ചു കളയുവാൻ ശത്രു എത്ര പ്രവർത്തിച്ചാലും ഇന്ന് രാത്രി നീ ഭയപ്പെടേണ്ട. ആമേൻ. ആ ശത്രുവിനെക്കാളും അവന്റെ പ്ലാനിനെക്കാളും അവന്റെ നിരൂപണത്തെക്കാളും അവന്റെ പദ്ധതിയെക്കാളും വലിയവനാണ് നീ സേവിക്കുന്ന ദൈവമെന്ന് ഇന്ന് രാത്രി നീ തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സഹോദരന്മാർക്കറിയത്തില്ല ഇവിടെ സ്വപ്നങ്ങൾ ഇതോടുകൂടെ അവർ വിചാരിച്ചു തകർന്നു പോകുമെന്ന്. അവർക്കറിയത്തില്ല സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ് ഞങ്ങൾ എടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യോസേപ്പിന്റെ അന്തരാത്മാവിൽ ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു കാണും, യോസേപ്പേ, നിന്റെ സ്വപ്നത്തിന്റെ നിവർത്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പാണിത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഏതെങ്കിലും ഭാരത്തിലും വേദനയിലും കണ്ണുനീരിലും ദുഃഖത്തിലും നീ കടന്നു പോകുന്ന വ്യക്തിയെങ്കിൽ, രോഗത്തിൽ കൂടി നീ കടന്നു പോകുന്ന വ്യക്തിയെങ്കിൽ, ആമേ, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് ഞാൻ പറയുകയാണ്, അവ തീർന്നു പോയിട്ടില്ല, അവസാനിച്ചിട്ടില്ല, ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. സ്തോത്രം. അവനെ വിറ്റുകളഞ്ഞു. ആ സമയത്ത് നോക്കുക, റൂബേൻ ആ സ്പോട്ടിൽ അവിടെ ഇല്ല. ആ സമയത്ത് റൂബേൻ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല.
നോക്കുക, കൊല്ലരുത് എന്ന് തടയാൻ റൂബനെ ദൈവം ഉപയോഗിച്ചു. കൊല്ലാതെ വിറ്റുകളയുവാൻ വേണ്ടി യഹൂദനെ ദൈവം ഉപയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. നീതിമാന് സംഭവിക്കുന്ന അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എന്നാൽ യഹോവയായ ദൈവം എല്ലാത്തിനും പിടിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അനർത്ഥങ്ങളിൽ കൂടി വഴിമധ്യത്തിൽ ആമേൻ ഒളിച്ചിരുന്നു കൊണ്ട് പതുങ്ങിയിരുന്ന് നിന്നെ തകർക്കുവാൻ, നിന്നെ വേട്ടയാടുവാൻ, നിന്നെ ഇല്ലായ്മയാക്കുവാൻ വ്യാപരിക്കുന്ന പൈശാചികമായ കരങ്ങളുടെ കയ്യിൽ നിന്ന്, ആമേൻ, ആ ശക്തിയുടെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, വിട്ടുമാറാത്ത ഒരു ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെന്ന് ഇന്ന് രാത്രി ദൈവ പൈതലേ നീ വിശ്വസിക്കുക. സ്തോത്രം. അവനെ വിറ്റുകളഞ്ഞ ശേഷം റൂബേൻ ആ സ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ, കുഴിയിലേക്ക് നോക്കിയപ്പോൾ യോസേപ്പിനെ കാണാനില്ല. നോക്കുക, എങ്ങനെയെങ്കിലും ഇവനെ രക്ഷപ്പെടുത്തി അപ്പന്റെ അരികിലേക്ക് അയക്കുവാനായിരുന്നു റൂബേന്റെ പദ്ധതികൾ. എന്നാൽ റൂബേന്റെ പദ്ധതി ദൈവം പൊളിക്കുകയാണ്. സ്തോത്രം. റൂബേൻ ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ അവനെ വിൽക്കുവാൻ അനുവദിക്കത്തില്ലായിരുന്നു. സ്തോത്രം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവം നിശ്ചയിച്ച സ്ഥലത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ അവൻ തന്റെ ദൂതനെ അയക്കുന്ന ദൈവമാണ്. ദൈവം നിശ്ചയിച്ച സ്ഥലത്ത് കൊണ്ടെത്തിക്കുവാൻ, ആ സ്പോട്ടിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ ദൈവം തന്റെ ദൂതനെ അയക്കുവാൻ ശക്തനായ ദൈവമാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്നെ എവിടെ എത്തിക്കണോ, ഏത് സ്ഥലത്തിൽ എത്തിക്കണോ, ആ സ്ഥലത്തിൽ എത്തിക്കുന്നവരെ നിന്നെ എത്തിപ്പിക്കുവാൻ ദൈവം തന്റെ ദൂതനോടും ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി നീ വിശ്വസിക്കുക, ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ആമേൻ. ഈ പ്രശ്നങ്ങൾ എന്താണ്, ഈ പ്രതികൂലങ്ങൾ എന്താണ്, ഹല്ലേലൂയ എന്ന് ചോദിക്കുന്ന നിന്നോട് ദൈവാത്മാവിൽ ഒരു ദൂത്, സ്തോത്രം, ആമേൻ, നിന്നെ വഴി നടത്തുന്ന സ്വർഗീയ ദൂതന്മാരുടെ കാവലുണ്ട്. ഹല്ലേലൂയ. നിന്നെ എവിടെ എത്തിക്കണോ ആ സ്ഥലത്തിലേക്ക് അവൻ നിന്നെ എത്തിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. സ്തോത്രം. കന്നഡയിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്, ನನ್ನ ಯೇಸುವಿನ ಹಿಂದೆ ನಾವು ಹೋಗುವೆನು, ಆ ಗುರಿ ಮುಟ್ಟುವ ತನಕ. എൻ്റെ യേശുവിന്റെ പിന്നാലെ ഞാൻ പോകും, ആ ലക്ഷ്യസ്ഥാനം എത്തുന്നവരെയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ ലക്ഷ്യസ്ഥാനം എത്താൻ വേണ്ടി എൻ്റെ യേശുവിന്റെ കൃപ മതി എന്നാണ് ഹല്ലേലൂയ ഭക്തൻ പാടുന്നത്. എന്തെല്ലാം പോരാട്ടങ്ങൾ വരട്ടെ, എന്തെല്ലാം പ്രതിസന്ധികൾ വരട്ടെ, ആമേൻ, ആ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെന്ന് ഇന്ന് രാത്രി നീ വിശ്വസിക്കുക. എനിക്ക് പറയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിലുള്ള പോരാട്ടങ്ങളും പ്രതിസന്ധികൾ, കണ്ണുനീരിന്റെ വേദനയുടെയും ഒറ്റപ്പെട്ട അനുഭവങ്ങൾ, ആമേൻ, എന്നെ മുടിക്കാനല്ല, എന്നെ തകർക്കാനല്ല, ദൈവത്തിന്റെ പർപ്പോസിലേക്ക്, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ദൈവം എത്തിക്കുവാൻ വേണ്ടി. സ്തോത്രം. യോസേപ്പിന്റെ ജീവിതത്തിൽ മിസ്രയീമിൽ ചെന്നു,
പൊത്തിഫേറിന്റെ ഭവനത്തിൽ അടിമവേല ചെയ്തു. നോക്കുക, വീട്ടിൽ സുഖമായി ജീവിച്ചവൻ ഇപ്പോൾ അടിമവേല ചെയ്യുകയാണ്. സ്തോത്രം. ഇതെല്ലാം യോസേപ്പിന് ഒരു ലെസനായിരുന്നു. സ്തോത്രം. എന്തിനാ ഈ ലെസൺ? ആമേൻ. വരും ദിവസങ്ങളിൽ അടിമത്തത്തിലുള്ള അനേകരുടെ വിടുതലിന് വേണ്ടി ഈ യോസേപ്പ് പ്രയോജനപ്പെടുവാൻ കാരണമായി തീരും. വിശപ്പുള്ളവന്റെ വിശപ്പറിയത്തുള്ളൂ. കഷ്ട അനുഭവിച്ചവനെ ഇനി വേറെ ആളുടെ കഷ്ടം അറിയത്തുള്ളൂ. ഇതെല്ലാം യോസേപ്പിന്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയൊരു മുഖാന്തരമായിരുന്നു. യോസേപ്പിന് സങ്കീർത്തനകാരൻ പറയുന്നു, ദൈവത്തിന്റെ വചനം നിവർത്തിയാകോളം അവൻ ബന്ധിക്കപ്പെട്ടിരുന്നെന്നും, ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിൽ യോസേപ്പ് പോയി കിടക്കേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരന്മാർ വിചാരിച്ചു യോസേപ്പിന്റെ കഥ കഴിഞ്ഞു. ഏതെങ്കിലും ഭവനത്തിൽ അടിമവേല ചെയ്ത് അവിടെ വെച്ച് അവന്റെ ജീവിതം അവസാനിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ദേശത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. രാജാവ് സ്വപ്നം കണ്ടും ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയിക്കുവാൻ വേണ്ടി യോസേപ്പിനെ രാജാവ് ക്ഷണിക്കുകയാണ്. സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും ആമേൻ യോസേപ്പ് വ്യാഖ്യാനിച്ചു കൊടുത്തു. അത് യാഥാർത്ഥ്യമായിരുന്നു. യോസേപ്പിന്റെ ആ സ്വപ്നം യോസേപ്പ് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ യോസേപ്പിന്റെ സ്ഥിതി മാറി. യോസേപ്പിന്റെ സ്ഥിതിയെ നശിപ്പിക്കാൻ നോക്കിയ സഹോദരന്മാർ അറിയാത്ത ഒരു സ്ഥാനത്ത് യോസേപ്പിന്റെ സ്ഥിതിയെ ദൈവം മാറ്റാൻ പ്ലാനുകൾ, പദ്ധതികൾ ഒരുക്കി അത് നിവർത്തിക്കാൻ തുടങ്ങുകയാണ്. സ്തോത്രം. എന്നാൽ ആ സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം യോസേപ്പ് വെളിപ്പെടുത്തിയ ശേഷം ദൈവത്തിന് സ്തോത്രം, യോസേപ്പിന്റെ സ്ഥിതി മാറി. ദേശത്തിലെ മിസ്രൈം ദേശത്തിന്റെ പ്രധാനമന്ത്രിയായി തീരാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തു. നമുക്ക് സംഭവമൊക്കെ അറിയാം. പിന്നത്തേതിൽ ആഹാരം മേടിക്കുവാൻ വേണ്ടി കരുണയില്ലാത്ത സഹോദരന്മാർ ഈ യോസേപ്പിന്റെ മുൻപിൽ വന്ന് സാഷ്ടാംഗ വീഴുകയാണ്. യോസേപ്പ് തിരിച്ചറിഞ്ഞു, എന്നാൽ സഹോദരന്മാർ തിരിച്ചറിഞ്ഞില്ല. വർഷങ്ങളുടെ പിന്നിൽ സഹോദരന്മാർ ചെയ്തത് ഹല്ലേലൂയ ആമേൻ കണക്ക് പറഞ്ഞു അവരെ ഉപദ്രവിക്കുമായിരുന്നു. എന്നാൽ അവരെ സ്നേഹിച്ച് സ്നേഹത്തോടെ കരുതുന്ന, അവരെ കൈക്കൊള്ളുന്ന ഒരു സഹോദര സ്നേഹം യോസേപ്പിന്റെ ജീവിതത്തിൽ കാണുവാൻ സാധ്യമായി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ യേശു എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് കരുണയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യോസേപ്പ് തന്റെ സഹോദരന്മാരുടെ തെറ്റുകളെ ക്ഷമിച്ചതുപോലെ നമുക്ക് ക്ഷമിപ്പാൻ ഇടയാകട്ടെ. എനിക്ക് ഈ അവസരം തന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസൺ ദാനിയേൽ അവർക്ക് എൻ്റെ ഹൃദയമായ സ്നേഹ നന്ദിയെ ഞാൻ രേഖപ്പെടുത്തുന്നു. പ്രൈസലോ. കരുണയുള്ള ദൈവം നിന്റെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുവാൻ അവ ശക്തൻ എന്നുള്ള വിശ്വാസത്തിന്റെ വചനത്തോടുകൂടെ എന്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ മഹാദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം. ഈ ലൈവിൽ കൂടി പാടി മഹത്വപ്പെടുത്തുവാൻ സൂക്ഷിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് പ്രകാരം ക്രമീകരിച്ചായ പാസ്റ്റർ ബെൻസൺ ദാനിയേൽ അവരുകൾക്കായി സ്തോത്രം. കുടുംബമായി അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാ നാടുകളിൽ ദൈവദാസി കടന്നുപോയ ഭാരമേറിയ വിഷയങ്ങൾക്കെല്ലാം നീ വിടുതൽ തന്നല്ലോ. ഒരു പരിപൂർണമായ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത രോഗികളായി ഭാരപ്പെടുന്നവർക്ക് യേശുവിൻ നാമത്തിൽ സൗഖ്യം വിടുതൽ കൽപ്പിക്കുകയാണ്. അവരുടെ മാനസികമായ, സാമ്പത്തികമായ, ആത്മീയമായ, ശാരീരികമായ ഏത് പ്രശ്നമാണെങ്കിലും യേശുവിൻ നാമത്തിൽ വിടുതൽ നടക്കട്ടെ എന്ന് കൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ദൈവഭക്തം വെളിപ്പെടുമാറാകട്ടെ. നിരാശയുടെ ഭാരത്തിലായിരിക്കുന്നവർ ഈ ദൂത് കേട്ട് ആശ്വാസം പ്രാപിക്കുവാൻ, ബലപ്പെടുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർഗം കാവലും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഈ ലൈവിൽ പങ്കെടുത്ത എല്ലാവരോടും പ്രാർത്ഥനാ ധ്വനിയുടെ എല്ലാ മെമ്പേഴ്സിനോടും കർത്താവിന്റെ രണ്ടാം വരവരെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ അനുഗ്രഹിച്ച് ചെയ്യപ്പെടുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.